അഡോബി ഇലിസ്ട്രേറ്ററിനെ പറ്റി എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഒരു വീഡിയോ സീരീസിലെ ഒരു എപ്പിസോഡാണിത്. ഈ സീരീസിൽ വരുന്ന എല്ലാ വീഡിയോസും ഞാൻ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഐ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം ഒരു ലിസ്റ്റായിട്ട് കാണാനായിട്ട് പറ്റും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റിനെ കുറച്ചുകൂടി എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്മളൊരു ടെക്സ്റ്റ് ഇവിടെ ഇങ്ങനെ വെറുതെ എഴുതി കഴിഞ്ഞാൽ നമുക്കതിൽ ചേഞ്ചസ് അതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതിന് പരിധികളുണ്ട്. ജസ്റ്റ് നമുക്ക് കളർ ചേഞ്ച് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. സൈസ് കൂട്ടുക, അങ്ങനത്തെ ഒക്കെ ഉള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ ചില ലോഗോസ് ഈ ടെക്സ്റ്റ് മാത്രം വെച്ചിട്ടുള്ള ലോഗോസ് ഉണ്ടാവും. അപ്പോൾ അതിൽ പലതും ഡയറക്റ്റ് വെറുതെ ഒരു ഫോണ്ടിൽ ടൈപ്പ് ചെയ്യുന്നതായിരിക്കില്ല, അതിലെന്തെങ്കിലും എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് അതുപോലെ ഉള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊന്ന് നോക്കാം. അതിന് ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു ടെക്സ്റ്റ് കൊടുക്കുകയാണ്. കൂൾ അല്ലെങ്കിൽ വേണ്ട, കൂൾ എന്ന് കൊടുക്കാം. ഇത് സെലക്ട് ചെയ്തിട്ട് എലിഫൻ്റ് എന്ന് പറഞ്ഞൊരു ഫോണ്ട് ഉണ്ട്, അത് കൊടുക്കാം. സ്മോൾ ലെറ്റർ കൊടുക്കാം. ഓക്കെ, അതായിരിക്കും നല്ലത്. ഇതിൻ്റെ തന്നെ ഇറ്റാലിക് കൊടുക്കാം, അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഇനി ഇതിനെ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഇതിനെ എന്ത് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യണം. അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ഔട്ട്ലൈൻസ് എന്ന് കൊടുക്കുക. ഇനി നമുക്കിത് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനി ഒരു ടെക്സ്റ്റ് അല്ല. ഇത് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, ഞാൻ ഇപ്പോൾ Ctrl+Z കൊടുക്കാം. ഇതിൻ്റെ ഒരു കോപ്പി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക. ഞാൻ ഇവിടെ ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇവിടെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്ത് വെച്ചു. കാരണം ഇല്ലെങ്കിൽ ഞാൻ ഇതിപ്പോൾ ഔട്ട്ലൈനായിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഏത് ഫോണ്ടാണെന്ന് പിന്നെ നോക്കി കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു കോപ്പിയും കൂടെ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക. അത് നല്ലൊരു ബെസ്റ്റ് പ്രാക്ടീസ് ആണെന്ന് പറയാം. ഇനി ഇതിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒരു പോയിൻ്റ്, ഇന്നർ സർക്കിളിൽ ഒരു പോയിൻ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഡിലീറ്റ് പ്രസ് ചെയ്യണം. ഒന്നുകൂടെ ഡിലീറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫുള്ള് സർക്കിൾ പോകും. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഓരോ പാർട്ടായിട്ട് ഇങ്ങനെ എടുത്തിട്ട് മൂവ് ചെയ്യാം. ഞാൻ ഷിഫ്റ്റും കൂടെ പ്രസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്യും. പിന്നെ ഈ ഒരെണ്ണം സെലക്ട് ചെയ്യാം, എന്നിട്ട് ഇങ്ങോട്ട് ആയിരിക്കാം. ഓക്കെ, ഇനി ഇതാ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഞാൻ ഇത് രണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യം ഇത് ക്ലിക്ക് ചെയ്യുന്നു, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഇത് ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് ഞാൻ ഇതിനെ റൗണ്ട് ചെയ്യുകയാണ് കോർണേഴ്സ്. ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ എനിക്ക് കോർണർ റൗണ്ട് ചെയ്യാൻ പറ്റും. നോർമൽ ഒരു ടെക്സ്റ്റ് ആണെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി വേണമെങ്കിൽ ഇതാ ഇത് ഞാൻ ഇവിടെ കൊണ്ടുവയ്ക്കാം, അത് കൊള്ളാം. എന്നിട്ട് ഇങ്ങനെ വെച്ചാലോ, ആഹാ, ഇപ്പോൾ ഒരാളുടെ മുഖം പോലെയായി, കൊള്ളാം. ഇങ്ങനെയാണ് നമ്മൾ പല എക്സ്പെരിമെൻറ്റേഷനാണ് ഇതൊക്കെ. എക്സ്പെരിമെൻറ്റ് ചെയ്താണ് നമ്മൾ പല കാര്യങ്ങളിലോട്ടും എത്തുന്നത്. നമ്മൾ വിചാരിക്കുക പോലും ചെയ്യാത്ത പല ഡിസൈൻസും എക്സ്പെരിമെൻറ്റേഷനിലൂടെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഈ ലോഗോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഇത് കണക്ക് ഓരോന്ന് ജസ്റ്റ് തിരിച്ചും മറിച്ചും അതുപോലെ കളേഴ്സ് മാറ്റി കൊടുത്തും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ അതിൽ കിട്ടും. അപ്പോൾ ഇത് നമുക്കൊരു പേര് കൊടുക്കാം, കൂൾ രമേശൻ. നമുക്ക് റെഗുലർ തന്നെ കൊടുത്തേക്കാം. അപ്പോൾ ഇനി നമുക്ക് രമേശനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ഏതൊരു ഫോണ്ടിലും നമുക്ക് ഇതേപോലെ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിവിടെ ജസ്റ്റ് വേറൊരു പേരെഴുതാം, ഇല്ലെങ്കിൽ ഇൻസ്പയർഡ് എന്ന് എഴുതാം. ഇൻസ്പയർഡ് എന്ന് എഴുതിയിട്ട് അതിനെ ജസ്റ്റ് വലുതാക്കുന്നു. അതിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫോണ്ട് കൊടുക്കാം, വേറൊരു ഫോണ്ട് കൊടുക്കാം.
പോപ്പിൻസ് കൊടുക്കാം. അടുത്ത ട്യൂട്ടോറിയലിലെങ്കിൽ ഞാൻ പോപ്പിൻസും ഓസ്വേൾഡും ഫോണ്ട് മാറ്റി പിടിക്കാം. ഇതിലും കൂടെ നിങ്ങൾ ക്ഷമിക്കണം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ഔട്ട്ലൈൻ കൊടുക്കാം. ഇനി ഇതെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത്ര സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റും കൂടെ ഞാൻ പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ സൈഡിലോട്ടൊക്കെ പോകണമെങ്കിൽ വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. ആഹാ, നല്ല വൃത്തികേടായിട്ടുണ്ട്. ഇനി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. ഇതിലെന്ത് ചെയ്യാം, ഈ 2 പോയിൻ്റ് സെലക്ട് ചെയ്തിട്ട്, അപ്പോൾ ശരിക്കും കുളമായി. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ. ഇത് നമുക്ക് ഈ രീതിയിലൊക്കെ ഇതിനെ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത്തരത്തിലൊക്കെ ഉള്ള ലോഗോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഇതും കൂടെ, ഇത് മാത്രം എന്തിനങ്ങനെ ഇരിക്കണം, ഇതും താത്ത് വയ്ക്കാം. വേണമെങ്കിൽ ഇത് ഇത്രയും കൂടെ സെലക്ട് ചെയ്തിട്ട് ഇതിനെയും താത്ത് വയ്ക്കാം. ഇതിനെയും കൂടെ വയ്ക്കണോ? ഇത് താത്ത ക്യൂ പോലെ ആയി പോകില്ലേ? കുഴപ്പമില്ല, എല്ലാം ഇരുന്നോട്ട്. അപ്പം ശരിക്കും കുളമായി, കുഴപ്പമില്ല. എന്നാലും ഇതേപോലെ നിങ്ങളൊരു ഫോൺ എടുത്തിട്ട് നിങ്ങളുടേതായ രീതിയിലൊന്ന് എഡിറ്റ് ചെയ്ത് ഒന്ന് നോക്കുക. നിങ്ങൾ ചെയ്ത ഒരു ഇമേജ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരിക. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അസൈൻമെൻറ്റ്സ് ആയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൂടെ പതുക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി തന്നെ കൂടി വരും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.